ഹലോ ഹലോ. ചക്കരെ, എന്തോയി? എന്താടോ സംസാരിക്കാൻ ഒരു ഇഷ്ടമില്ലാത്ത? എനിക്കിഷ്ടല്ലായിരുന്നില്ല. പിന്നെ എന്നതാ വിളിച്ചിട്ട്? സാധാരണ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. എപ്പഴേ എന്നാ പറ്റിപ്പോ? എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രല്ല അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കണേ. നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ആകെ ഒറ്റ കാര്യം ചെയ്തോളൂ. അതെന്താ? എന്നെ കിട്ടിയത്. ഓ, എന്തേ വേണ്ടായിരുന്നു? വേണ്ടായിരുന്നു. അങ്ങനെ തോന്നിയാ? നിങ്ങളല്ലേ ഇപ്പൊ ഇങ്ങനെയാ പറഞ്ഞേ? അല്ല, അപ്പോൾ കാര്യം നിസ്സാരമല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യം. അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി സീരിയസ് ആണ്. എന്താണോ ചേച്ചി? അയ്യടാ, അത് രണ്ട് വീണ് പോയി ഞാൻ. അതെനിക്കറിയാം, അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. എനക്കെന്താ ആ, പറ്റിയെന്ന് പറയാം, അത് കേൾക്കട്ടെ. അതെ, ഓയ്, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ല. അതെന്താടോ? ഞാൻ എപ്പോഴും എന്നെ അല്ലാണ്ട് ആരെയാണ് വിളിക്കണതും? എന്നോടല്ലേ സ്നേഹം കാണിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ ആരോടെങ്കിലും വേറെ അങ്ങനെ കാണിക്കാറുണ്ട്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയൊക്കെ ആയിട്ട് എനക്ക് ഇതൊന്നും മനസ്സിലായില്ലയോ? മനസ്സിലാക്കി തരണ്ട ഇതൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനക്ക് മനസ്സിലാവുക? എനക്കറിയില്ല അതൊക്കെ. അതെ, ഓയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതാ ഞാൻ പറഞ്ഞത്. എന്തോ കാര്യം ഉണ്ടല്ലെങ്കിലും. കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ, ശരി. എന്താണെന്നറിയില്ല, മനസ്സിലെന്തെങ്കിലും ഉണ്ടാവോ? മനസ്സിലൊന്നുമില്ല, നിങ്ങളെ ചുടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറയുവാ. ഇടയ്ക്ക് പറയുമല്ലോ, എല്ലാം നിങ്ങൾ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ സംഭവം? അതൊന്നുമില്ല. പറയുക വെച്ചേ, കേൾക്കട്ടെ. അതെ, എനിക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ തോന്നും എന്ത്? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യണതെന്നൊക്കെ. അത് എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നോണ്ടായിരിക്കും അല്ലേ? വിളിക്കണോണ്ടായിരിക്കില്ല. പിന്നെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നോണ്ടാ? അതൊക്കെ ഒരു അതൊന്നും പറയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്നെ കാണാൻ വരുന്നില്ല. ഇതായിരിക്കില്ലേ ഏറ്റവും വലിയ കാര്യം. ഉം. കാണാൻ വരുന്നില്ലെങ്കിലും എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും എന്നെ കാണാറില്ലേ? അത്രയും പോരെ? കിട്ടില്ലല്ലോ. ആരെങ്കിലും എൻ്റെ അറിവിൽ ഇങ്ങനെ വിളിക്കാറുണ്ടോ ഇത്രയും സമയം? ഇത്രയും സമയം വിളിക്കാറില്ല. അപ്പം പിന്നെ ഞാനല്ലേ ഇടോ ബെറ്റർ എനക്ക്. എന്നെ കാണാൻ വരുന്നില്ലല്ലോ. എന്നാലും കാണുന്നുണ്ടല്ലോ. അങ്ങനെ കാണുന്നൊരു ഇതില്ല. എനക്ക് പിന്നെ എന്താ വേണ്ടത്? നിങ്ങൾ ഇതിന്റെ അടുത്ത് വരണം. അടുത്ത് വരുമ്പോൾ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഓ, അതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ പറയണം. എന്താ ഉള്ളതെന്ന് പറയാം, എങ്കിലും വരാം, കേൾക്കട്ടെ. എന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ, ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആൾക്കാരെ എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ വായിൽ നിന്ന് എന്താ കേൾക്കാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു പോയതാണ്. അയ്യടാ, എൻ്റെ വിചാരം എനിക്ക് എന്നെ കാണാൻ പൂതിയില്ല എന്നിട്ടാ? പിന്നെന്ത് പറ്റി? എനിക്ക് പൂതിയില്ലെങ്കിൽ പിന്നെ എന്നെ ഞാൻ വിളിക്കാണ്ടിരിക്കണ്ടേ? ഏ ഇനിയിപ്പോ പറയും ലീവ് കിട്ടാണ്ടാണ്, അതാണ് ഇതാണ്, ഇതല്ലേ പറയാൻ പോണത്. എൻ്റെ കാര്യങ്ങൾ എന്നെക്കാട്ടി നന്നായിട്ട് നിനക്കറിയാം. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടാ? പിന്നെ എന്നെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടല്ല എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഞാൻ നോക്കണത്. അപ്പോൾ സ്നേഹമില്ലായിട്ട്? സ്നേഹമില്ലാഞ്ഞിട്ടൊന്നല്ല, മനസ്സിലാലേ. ഇടയ്ക്ക് എനിക്ക് സാഹചര്യം ഒന്നും മനസ്സിലാവില്ല. മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുള്ളൂ ഞാൻ. എൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ അത്. അതാ ഏറ്റവും വലിയ സന്തോഷം. പണ്ടേ എനിക്കറിയാം അഭിനയിക്കാൻ മിടുക്കിയാണെന്ന്. അഭിനയിക്കാൻ വെച്ചാല് വല്ലാത്ത കാര്യങ്ങളൊന്നല്ല, കാണാത്ത ഒരു ഇത് പോലെ. മുന്നേ പറയുന്നതാണൊക്കെ. എനിക്കെന്താ എന്തോ പാട്ടിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞില്ലേ എന്നാ? എനിക്കൊന്നും അഭിനയിക്കണ്ട. ഈ അല്ലേ പറഞ്ഞ എന്ത് റോളായാലും വേണ്ടില്ല, ഒരു റോള് കിട്ടിയാൽ മതി. അയ്യോ, അതും ഇതുമൊക്കെ ഒന്നാണല്ലോ. പിന്നെ അതിമ്മ പിടിച്ച് കയറണ്ട. അല്ല, ഞാൻ എന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതാ. എനിക്ക് എല്ലാതും ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. എന്നെയും ഓർമ്മ ഉണ്ടായിരിക്കട്ടെ.
എന്താ അങ്ങനെ അല്ല അവഗണന. ഓർമ്മയില്ലാണ്ട്? ഓ വേറെ ഒന്നും ഇല്ലാടോ.